ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 14 റിവ്യൂ പറയാനായിട്ട്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇത്ര ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിൽ ഫസ്റ്റ് എന്നെ കാണിച്ചത് നമ്മുടെ മോർണിംഗ് സോങ് കഴിഞ്ഞു. മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് കാണിച്ചത് വീക്ക്ലി ടാസ്കിൻ്റെ 3ാം ഘട്ടവും അതായത് അവസാന ഘട്ടവും ആയിട്ടുള്ള ടാസ്കിനെ കുറിച്ച് പറയുന്നതാണ് കാണിച്ചത്. അതായത് ഫസ്റ്റ് 2 ഓപ്ഷൻസ് കൊടുക്കും ന്യൂറക്ക്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ 60 മിനിറ്റ് 25 ചെരുപ്പുകൾ ഉണ്ടാക്കണം പെയേഴ്സ്, 2 മെഷീൻ കൊടുക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ 90 മിനിറ്റ് 25 ജോഡി ചെരുപ്പ് ഉണ്ടാക്കും, പക്ഷേ 1 മെഷീനെ കൊടുക്കത്തുള്ളൂ എന്നായിരുന്നു ഓപ്ഷൻ. ഇത് ടോസ് ചെയ്തിട്ട് വേണം തീരുമാനിക്കാൻ. ടോസിൽ വന്ന് സെക്കൻഡ് ഓപ്ഷൻ അതായത് 90 മിനിറ്റും 25 ചപ്പൽസും 1 മെഷീനും കൊണ്ട് ഉണ്ടാക്കണം എന്നതായിരുന്നു വന്നത്. അപ്പോൾ ടാസ്ക് ലെറ്ററൊക്കെ വായിച്ച് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് ലക്ഷ്മി, ഓണിയൽ, അഭി ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് ഒരു കാര്യം ചെയ്യാം, നമ്മൾ പണി ചെയ്യാതിരിക്കേണ്ട, പണി ചെയ്യാം, പക്ഷേ സ്ലോ ആയി, എത്ര സ്ലോ ആക്കാൻ പറ്റുമോ അത്രയും സ്ലോ ആയിട്ട് പണി ചെയ്യാം. ഈ ടാസ്ക് ഇവിടെ ഇതാക്കാം, തോൽപ്പിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. എന്നിട്ട് ഇവർ പറയേണ്ടത് ഇതൊരിക്കലും ഷാനവാസിൻ്റെ അടുത്തോ ബിന്നിയുടെ അടുത്തോ നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല. ഇത് നമ്മളുടെ ഉള്ളിൽ തന്നെ നിന്നിട്ട് പണിയെടുക്കുന്നുണ്ട്, പക്ഷേ പതുക്കെ പണിയെടുത്ത് ടാസ്ക് പൂർത്തിയാക്കാത്ത പോലെ ചെയ്യാം. 25 ചെരുപ്പുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതല്ല, പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഇന്ന് ബ്ലാക്ക് കോയിൻ കൊടുത്തിട്ടില്ല, ഗോൾഡ് കോയിൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. ബിഗ് ബോസിന് ഇവിടെ ഉള്ള ബിഗ് ബോസിൻ്റെ ഗെയിം എന്താണെന്ന് വെച്ചാൽ ന്യൂറനെ തോൽപ്പിക്കണം, ന്യൂറൻ്റെ ഇമ്മ്യൂണിറ്റി പവർ എടുക്കണം എന്നുള്ളതാണ്. ഇവിടെ ബിഗ് ബോസ് ആണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ബിഗ് ബോസിന് ന്യൂറയ്ക്ക് ഈ ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയതിൽ വലിയ താല്പര്യമില്ലാതെ തോന്നുന്നു. കാരണം ഈ ഇമ്മ്യൂണിറ്റി പവർ കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗെയിംസാണ് ബിഗ് ബോസ് ഗെയിംസിന് ഇങ്ങനെ മാറ്റി മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഫസ്റ്റത്തെ ദിവസം ബിഗ് ബോസ് കോയിൻസ് കൊടുക്കണം എന്നേ പറഞ്ഞോളൂ. അതായത് ബ്ലാക്ക് കോയിൻ കൊടുക്കണം, ഗോൾഡ് കോയിൻ കൊടുക്കണം. ഗോൾഡ് കോയിൻ കൊടുക്കാത്തത് നമ്മുടെ സ്റ്റോർ റൂമിൽ വെക്കാൻ പറഞ്ഞു. പക്ഷേ ബ്ലാക്ക് കോയിൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. ഗെയിമൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാവർക്കും കൊടുത്ത് പിറ്റേ ദിവസം ബിഗ് ബോസ് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ബ്ലാക്ക് കോയിൻ ന്യൂറൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ന്യൂറൻ്റെ അക്കൗണ്ടിലാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് കഴിഞ്ഞിട്ട് വന്നിട്ട് ന്യൂറ ചെയ്ത മണ്ടത്തരമാണ് 2 കോയിൻ, അതായത് ബ്ലാക്ക് കോയിൻ ഏറ്റവും കൂടുതലുള്ള ആളായിരിക്കും നോമിനേഷനിൽ പോകാമെന്ന് ന്യൂറൊക്കെ അറിയാം. പക്ഷെ ന്യൂറ എന്ത് ചെയ്തു, 2 കോയിൻ അഭിലാഷിനും 1 കോയിൻ അക്ബറും കൂടെ, അത് 3 കോയിൻ ഒരാൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ന്യൂറ അതല്ല ചെയ്തത്. ഫസ്റ്റത്തെ ദിവസം ഇനിയിപ്പം പണിക്കാരെ പിണക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കും ആർക്കും ബ്ലാക്ക് കോയിൻ കൊടുക്കാതിരുന്നത്. അതിനുശേഷം പിന്നെ അടുത്ത ഇത് വന്നിട്ട് ഇപ്പോൾ ഇന്ന് വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബ്ലാക്ക് കോയിൻ കൊടുത്തില്ല. ന്യൂറ ഇന്നും കൂടെ കിട്ടിയാൽ ന്യൂറയുടെ ആ 2 അവിടെ ബാലൻസ് ചെയ്യായിരുന്നു. പക്ഷേ ഇന്ന് ബിഗ് ബോസ് ബ്ലാക്ക് കോയിൻ കൊടുത്തിട്ടില്ല. ടൈം കുറച്ചാണ് കൊടുത്തത്, മെഷീൻ കൊടുക്കുന്നില്ല. ഇതിന് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഇത് ന്യൂറയ്ക്ക് വേണ്ടി, ന്യൂറയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഗെയിമാണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലാവും. ഇവിടെ അക്ബറിനാണ് മെയിൻ സ്പേസ് കിട്ടുന്നത്. അപ്പോൾ അക്ബറിന് സ്പേസ് കിട്ടാനും ന്യൂറയുടെ ഗെയിം തോൽപ്പിക്കാനും വേണ്ടിയിട്ടുള്ള കളിയായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് ഈ ഗെയിം കൊണ്ട് പറഞ്ഞത്. കാരണം ഇതിൽ ഗോൾഡ് കോയിൻ നമ്മുടെ പണിക്കാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല, കാരണം അത് ജോക്കേഴ്സിനാണ് പോണത്. ബ്ലാക്ക് കോയിൻ ന്യൂറയുടെ കയ്യിലാണുള്ളത്. അവിടെയും ന്യൂറക്ക് മാത്രമാണ് ഇവിടെ നഷ്ടം സംഭവിക്കുന്നത്, വേറെ ഒരാൾക്കും ഇവിടെ നഷ്ടം സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് ന്യൂറയ്ക്ക് വേണ്ടി മാത്രം, ന്യൂറനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് ഉണ്ടാക്കിയ ഒരു ഗെയിമായിട്ടാണ് എനിക്ക് ഈ ഗെയിം ഈ 3 ദിവസവും കണ്ടത് വെച്ചിട്ട് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങൾക്ക് എന്താ തോന്നിയത് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് അതിന് അടുത്തതായിട്ട് കാണിക്കുന്നത്, അപ്പോൾ മീറ്റിംഗ് വിളിക്കുന്നുണ്ട് ന്യൂറ. അപ്പം മീറ്റിംഗ് വിളിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് മീറ്റിങ്ങിന് ഇങ്ങോട്ട് വരണം, മുതലാളിയോട് ഇങ്ങോട്ട് വരാൻ പറയും, ഞങ്ങൾ അങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഷ്ടപ്പെട്ടായിട്ടാണ് അങ്ങോട്ട് പോണത്. എന്നിട്ട് പിന്നെ മീറ്റിങ്ങൊക്കെ കൂടുന്നുണ്ട്. പണി നന്നായി ചെയ്താൽ എല്ലാവർക്കും ഞാൻ കോയിൻ കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ടാണ് ബസർ അടിക്കുന്നു, എല്ലാവരും വർക്കിന് പോകുന്നു. എന്നിട്ട് പറയുന്നുണ്ട് വർക്ക് നന്നായി ചെയ്യണം. അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യും, പക്ഷെ അതിൻ്റെ ഇടയിലേക്ക് കയറി വന്നിട്ട് ഇപ്പോൾ മുതലാളി ആയാലും മുതലാളിൻ്റെ അസിസ്റ്റൻ്റ് ആയാലും സംസാരിക്കാൻ പാടില്ല, ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം ന്യൂറ പറയുന്നുണ്ട് ഓക്കെ ഞങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ കറക്റ്റ് ടൈമിന് സാധനം ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് പണി എന്താ പതുക്കെ ചെയ്യുന്നത്. ജിഷിൻ പറയുന്നുണ്ട് പണി എന്ത് ഇവർ പതുക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാസ് വന്ന് പറയുന്നുണ്ട്. എന്നാലും ന്യൂറ പറയേണ്ട ഒരു മെഷീനല്ലേ ഉള്ളൂ, കാരണം ന്യൂറയ്ക്ക് ഇവർ പിണക്കാൻ പറ്റില്ല, ന്യൂറയുടെ ഇമ്മ്യൂണിറ്റി പവർ പോകുന്നുള്ളൂ. പക്ഷേ ന്യൂറ അത് നേരത്തെ പറഞ്ഞത് വളരെ
മോശമായി പോയി എന്ന് ഞാൻ പറയാം. എനിക്കൊരു ഇതുണ്ട്, ബിഗ് ബോസ് തന്നിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു. നൂറക്ക് ആദിലയോട് പേഴ്സണലായി പോയി പറയായിരുന്നു. പക്ഷെ നൂറ അത് പൊതുവിലിരുന്നിട്ടാണ് പറഞ്ഞത്. അത് നൂറക്ക് തന്നെ ഒരു ബാക്ക് സ്റ്റാമ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ പണി എന്തായാലും സമയം കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ഈ ബിഗ് ബോസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഇടയിൽ എന്താ ചെയ്തത്, ഈ സമയം കുറച്ച് കൊടുത്തതിൻ്റെ ഇടയിൽ ഈ സർക്കസിലുള്ള ആൾക്കാരില്ലേ അവരിനെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്ന് പറഞ്ഞിട്ട് അവരെ കയറ്റി വിട്ടപ്പോൾ ഈ നിവിയുടെ അടുത്ത് നമ്മുടെ ലക്ഷ്മി ബാക്കിൽ നടന്ന് പറയുന്നുണ്ട്, ഇവിടുന്ന് എത്രത്തോളം കാർഗോ പാൻറ്റെല്ലാം ഇട്ടിരിക്കുന്നത്, ഇവിടുന്ന് എത്രത്തോളം സാധനങ്ങൾ എടുത്ത് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം സാധനം എടുത്ത് പുറത്ത് കൊണ്ടുപോയിക്കും, ആരും കാണാതെ വേണം എടുക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട്. അത് ആരൊക്കെ ചെയ്യുന്നുണ്ട്, നിവിയും ചെയ്യുന്നുണ്ട്, എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് സാധനങ്ങൾ, കുറേ പോക്കറ്റിൽ ഇട്ടിട്ട് പോകുന്നുണ്ട്. റെന, ഫാത്തിമ, പ്രവീൺ എല്ലാവരും ഓരോ സാധനങ്ങൾ എടുക്കുകയും ഇവരുടെ വർക്ക് ഡിസ്റ്റർബൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ പറയുന്നുണ്ട്, ഓക്കെ ഇനി എല്ലാവരും പോയിക്കോ, ഇത്ര സമയമുള്ളൂ, ഞങ്ങളുടെ വർക്കിനും സമയമല്ല, അപ്പോൾ നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിടുമ്പോൾ ഈ നിവിൻ എന്താ ചെയ്യുന്നുണ്ട്, പുറത്തുള്ള സാധനങ്ങൾ കുറേയൊക്കെ പണിപ്പുരൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുകയും പാൻറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി. ഇത് ശരിക്കും ബിഗ് ബോസ് ആണ് ഇവിടെ ഗെയിം കളിച്ചിരിക്കുന്നത്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ കമൻസ് കണ്ടായിരുന്നു ചില ചാനലുകളിൽ. അക്ബറിനെ കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഈ കളി കളിച്ചത്. അക്ബറിന് വേണ്ടി മാത്രം ഒരു സ്പേസ് കൊടുത്തിരിക്കുകയാണ്, വലിയ ആൾ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കുറേ കമൻസൊക്കെ കണ്ടായിരുന്നു. അത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് ഇപ്പോൾ ഇവർ പോയി കുറച്ച് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നത് ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ, എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് വന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ഇത്ര സ്ലോ, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജിഷീനും പറയുന്നുണ്ട്, ഒരു ചെരുപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ സ്ട്രാപ്പ് കെട്ടാൻ വേണ്ടിയിട്ട് വെറും 5 മിനിറ്റ് പോലും വേണ്ട, ഇവർ മനഃപൂർവ്വം വഴുകിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ന്യൂറ പറയേണ്ടിയില്ല, അവർ പണിയെടുക്കുന്നുണ്ടല്ലോ, അവരെ തളർത്തണ്ട എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരോടൊരു പ്രശ്നം വേണ്ട എന്നുള്ള രീതിയിൽ ന്യൂറ പറയുന്നുണ്ട്. എന്നിട്ട് ബസർ അടിച്ചതിന് ശേഷം ന്യൂറ പറയുന്നുണ്ട്, നിങ്ങൾ ഈ കമ്പനി പൂട്ടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്താന്ന് എനിക്ക് മനസ്സിലായി, എത്രത്തോളം നിങ്ങൾ സ്ലോ ആക്കാൻ പറ്റുമോ അത്രത്തോളം സ്ലോ ആക്കിയിട്ടുണ്ട്, എനിക്കത് മനസ്സിലായി എന്നുള്ള രീതിയിലൊക്കെ ന്യൂറ പറയുന്നുണ്ട്. വെറും 18 പേരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ. അവിടെ ന്യൂറ ടാസ്ക് തോറ്റു. അപ്പോൾ ഇവർ റൂമിൽ നിന്ന് ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ട് കിച്ചണിൽ നിന്നിട്ടുള്ള അഭിലാഷും ഷാനവാസും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഷാനവാസ് പറയുന്നുണ്ട്, സൂപ്പർ ഗെയിമായിരുന്നു, എല്ലാവരും ഭയങ്കര ഗെയിം കളിച്ചു, മനഃപൂർവ്വം ആക്കിയതാണ് എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അഭിലാഷ് പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ ഗെയിം, താങ്കളും കളിച്ചില്ല ഗെയിം, താങ്കൾ എന്ത് ഗെയിമാണ് അവിടെ കളിച്ചത്, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയല്ലേ ചെയ്തത്, അല്ലാതെ ഒരവിടെ സ്റ്റേണായിട്ട് നിൽക്കാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയൊക്കെയല്ലേ നിങ്ങളുടെ ഗെയിം, ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇന്നലെയൊക്കെ ബ്ലാക്ക് കോയിൻ കിട്ടുമോ എന്നുള്ള പേടിയിലായിരുന്നു നിങ്ങൾ യൂണിയൻകാരുടെ കൂടെ നിൽക്കാതിരുന്നത്. ഇന്ന് ബ്ലാക്ക് കോയിൻ ഇല്ല എന്ന് അറിഞ്ഞപ്പോഴാണ് നിങ്ങൾ സംസാരിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ന്യൂറ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ ഗ്രൂപ്പ് കളിച്ച് എന്നെ തോൽപ്പിച്ചത് തന്നെയാണ് മനസ്സിലായി എന്നൊക്കെ ന്യൂറ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനുമോൾ ഒരു ക്യാരക്ടർ എടുത്ത് കൊണ്ടുപോയി കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബിന്നി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് കിച്ചൺ ടീമിനോട് ചോദിച്ചിട്ടാണോ എടുത്തത്, ആരും അറിയാതെയാണ് എടുത്തിട്ട് വന്നത്, നീ ചോദിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പറയണം കിച്ചൺ ടീമിൻ്റെ ഇതിനോട് ഒന്ന് ക്യാപ്റ്റനോട് പറയണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ബിന്നി. അപ്പോഴത്തേനും അപ്പുറത്തുനിന്ന് പ്രവീണിയുണ്ട്. അപ്പം ബിന്നിയോട് അനുമോൾ പറയുന്നുണ്ട്, ഈ ക്യാരറ്റിൻ്റെ കഷ്ണം കുറേ നാളായി ഫ്രിഡ്ജിലിരിക്കണേ, അതുകൊണ്ട് ഞാൻ എടുത്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട്, നീ ഇതെടുത്തോ, ഇത് നീ ആരോട് ചോദിച്ചിട്ടാണ് എടുത്തത്, ആരുടെ അനുവാദത്തിലാണ് എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഇടയിൽ അക്ബറുമായിട്ട് നമ്മുടെ അനുമോൾ കുറേ സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും എപ്പിസോഡിൽ എവിടെയും കാണിച്ചിട്ടില്ല, പ്ലസ്സിലും ഇല്ല എപ്പിസോഡിലും ഇല്ല. അനുമോളിനെ പറഞ്ഞപ്പോൾ കണ്ടൻറ്റാണ്, എല്ലാം ജയിലിൽ പോകാനുള്ള കണ്ടൻറ്റിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് ഈ മോഷ്ടിച്ച് ഭക്ഷണം കഴിക്കൽ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മുടെ അക്ബറിനോട് അനുമോൾ പറയുന്നുണ്ട്, ആണോ, ആണെങ്കിൽ എനിക്കറിയാം കണ്ടൻറ്റ് കൊടുക്കാനും, ഞാൻ കണ്ടൻറ്റ് കൊടുക്കുക തന്നെ ചെയ്യും, അതിപ്പോൾ എന്നെ എവിടെ കൊണ്ടുപോയിട്ടാലും കണ്ടൻറ്റ് കൊടുക്കും, നീ എന്താ ചെയ്യുന്നത്, നീ ഇവിടെ പാട്ട് പാടി നടക്കാനാണോ വന്നിരിക്കുന്നത്, നീ ഒരു ഗ്രൂപ്പിസം കളിച്ച് കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് ഒരാളിനെ പുറത്താക്കിയിട്ടില്ലേ, പാവപ്പെട്ട ഒരാളിനെ നീ പുറത്താക്കിയില്ലേ നിൻ്റെ ഗ്രൂപ്പിസം കാരണം എന്നുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ അക്ബറിനെ അവിടെ പറഞ്ഞിരുത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആര്യൻ ബാക്കിൽ കൂടെ വന്നിട്ട് മസ്താനിയോട് എണീപ്പിച്ചിട്ടൊന്ന് തള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളുടെ മേത്തേക്ക് പോയി വീഴണതും ഒക്കെ ഉണ്ട്. ഇന്നലെ എന്താ പറയുക, ലൈവിൽ നിറയെ കണ്ടൻസ് അനുമോളുടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ എപ്പിസോഡിലേക്കും
പ്ലസ്സിലേക്കും വന്നപ്പോൾ അനുമോളുടെ ഒരു കണ്ടൻറ്റും ഇല്ല. ആകെ ഉണ്ടായിരുന്നത് ഈ ക്യാരറ്റ് കഴിക്കുന്ന കണ്ടൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈവിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അനുമോളുടെ ഡ്രസ്സിനെ കുറിച്ചിട്ടുള്ളത്. അനുമോൾ ഇന്നലെ കുറച്ച് മോഡേണായ ഡ്രസ്സാണ് ഇട്ടത്. അപ്പം ജിസേൽ വന്നിട്ട് ചുരിദാറും ടോപ്പും ഇട്ടിട്ട് വന്നിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന പരിപാടിയല്ലേ എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ ചോദിക്കുന്നതും കുറേ പേര് അനുമോളിനെ കളിയാക്കണതൊക്കെ ഉണ്ട്. നൂറയൊക്കെ പോയി. നൂറനോട് ഇന്നലത്തെ എപ്പിസോഡിൽ അനുമോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പാൻറ് ഇടാൻ മറന്നോ എന്നുള്ളത് ചോദിച്ചതിന് നൂറ് ഇപ്രാവശ്യം വന്നിട്ട് എന്താ അനുമോളെ വയറ് കാണുന്ന ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഷോൾ എടുത്ത് മറച്ചൂടെ, നിന്റെ കുടുംബ പ്രേക്ഷകർ കാണുന്ന പരിപാടിയല്ലേ ഇതൊക്കെ. അങ്ങനെ കുറേ കോമഡി കണ്ടൻസും ഉണ്ട്, നിറയെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ എപ്പിസോഡിലും കാണിച്ചിട്ടില്ല, ഒന്നിലും കാണിച്ചിട്ടില്ല. ക്യൂട്ട്നെസ് വാരി വിതറണ എന്നുള്ള രീതിയിലൊക്കെ അക്ബർ പറയുമ്പോൾ പറയേണ്ടത് ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ടെങ്കിൽ അതെൻ്റെ കഴിവാണ്, നിങ്ങൾക്ക് എന്ത് കഴിവാണ് ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ലൈവിലുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ എപ്പിസോഡിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗം പോലും എവിടെയും കണ്ടില്ല. പിന്നെ അതിനുശേഷം കാണിക്കുന്നതാണ്, അപ്പം ഈ ക്യാരക്ടർ എടുത്ത് നിന്നുമ്പോൾ ആര്യൻ വന്നിട്ട് പറയേണ്ട ഇങ്ങനെയാണെങ്കിൽ എല്ലാവരും കഴിക്കും, ഇഷ്ടം പോലെ കഴിക്കും, ഈ വീട് നമുക്ക് കുളം തോണ്ടാം, ഇവള് കുളം തോണ്ടണ പോലെ എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ വന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട് ഒരു സാധനം ഒരാൾ എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞിട്ട് തുടർത്ത് ബാക്കിയുള്ളവർ അത് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം എല്ലാവരും തെറ്റ് ചെയ്തവരായല്ലേ, അലൗ ചെയ്ത സാധനങ്ങൾ മാത്രം എടുത്ത് കഴിച്ചു മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ക്യാപ്റ്റൻ ഇത് ശ്രദ്ധിക്കണം എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, അപ്പോൾ ആര്യൻ എന്തോ ഫുഡ് എടുത്തിട്ട് വരുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇതെൻ്റെ ഉപ്മാവാണ്, എൻ്റെ ഉപ്മാവ് പിന്നെ ഞാൻ കഴിക്കാതെ നിങ്ങൾ കഴിക്കോ, നിങ്ങൾ എന്താണ് നിങ്ങൾ പോടോ ക്നാപ്പ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ക്നാപ്പാന്നൊക്കെ നീ നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, ഇവിടെ വിളിക്കേണ്ട. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയായി പിതാവിനെ സ്മരിക്കൂ. ആര്യൻ പിന്നെ പോയി സ്മരിക്കുന്ന ആര്യം പറയുന്നുണ്ട് ഈ പിതാവിൻ്റെ വാല്യൂ എന്താണെന്ന് നിനക്കറിയോ എന്നൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയേണ്ടത് ഈ അനീഷ് സംസാരിക്കുമ്പോൾ നമ്മുടെ ആര്യന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പം ഇന്നലെ പാത്രം കഴുകുന്ന ഇഷ്യൂ ആയാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം പാത്രം കഴുകിപ്പോയി. അതേസമയം അനുമോൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്ത് പിടിച്ചു നിന്നു. പക്ഷേ അനീഷിൻ്റെ അടുത്ത് അത് നടക്കില്ല, അനീഷ് പിടിച്ചതാണ്. അപ്പം അനീഷിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ വിളിച്ചിട്ടില്ല, ക്നാപ്പനെന്ന് ഞാൻ വിളിച്ചിട്ടില്ല പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട് നീ വിളിച്ചു പറയുമ്പോൾ വീണ്ടും അവൻ പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയല്ലേ പറയുമ്പോൾ നമ്മുടെ നൂറ് അപ്പുറത്തിരുന്ന് പറയുന്നുണ്ട് നീ വിളിച്ചത് ഞങ്ങളൊക്കെ കേട്ടതാണ്. അപ്പോൾ അപ്പുറത്തെ ടീമുണ്ട്, അക്ബർ ആൻഡ് ടീമുണ്ടല്ലോ, അവർ ഇല്ല വിളിച്ചിട്ടില്ല പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നൂറ ആദില അനുമോൾ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, നൂറ പറയുന്നുണ്ട് ആരെയും വിളിച്ചു ഞങ്ങൾ കേട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നത് നീ ചോദിക്കുക ആ ഇരിക്കണം ഗ്രൂപ്പല്ലാണ്ട് അതിൻ്റെ മറു ഗ്രൂപ്പ് ഇപ്പുറത്തിരിക്കുന്നുണ്ട് അവരോട് ചോദിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ വീക്ക്ലി ടാസ്കിനെ കുറിച്ച് ഗോൾഡ് കോയിൻ ഇത് കൊടുക്കണമല്ലോ, ആ ഒരു ഇതായി എല്ലാവരുടെയും ലിവിങ് റൂമിലൊക്കെ വിളിച്ചിരുത്തി. അപ്പോൾ നൂറിനോട് ബിഗ് ബോസ് പറഞ്ഞു ഈ ടാസ്കിലും തോറ്റു, 2 ടാസ്കിലും തോറ്റത് കാരണം ന്യൂറയുടെ ഇമ്മ്യൂണിറ്റി പവർ ഒന്ന് പോയി എന്ന് പറയും. അതായത് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പവർ പോയി, അതുകൊണ്ട് തോറ്റു. ഇനി നിങ്ങൾക്ക് എന്തായാലും ജോലി ചെയ്തവർക്ക് ശമ്പളം കൊടുക്കണമല്ലോ, അപ്പോൾ ജോലിക്കനുസരിച്ച് ശമ്പളം കൊടുക്കാനും ബിഗ് ബോസ് പറയുമ്പോൾ ന്യൂറ പറയുന്നുണ്ട് ഇവിടെ ആർക്കും ഒന്നും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇവർ കമ്പനി എനിക്കെതിരെയും എൻ്റെ അസിസ്റ്റൻറ്റിനെതിരെയാണ് സംസാരിക്കാൻ പറഞ്ഞത്. പക്ഷേ ഇവരെന്താ ചെയ്തത്, എൻ്റെ കമ്പനി പൂട്ടിക്കാനുള്ള പരിപാടിയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഇവർക്ക് ആർക്കും ഒന്നും കൊടുക്കാൻ തന്നെ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ അവിടെ നിന്ന് എണീച്ച് പറയുന്നുണ്ട് എന്താ അങ്ങനെ പറയുന്നത്, കത്രിക യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് കത്രിക ഉപയോഗിച്ച് സ്പീഡാക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കത്രിക ഉപയോഗിച്ചില്ല, അപ്പോൾ കത്രിക യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ കത്രിക യൂസ് ചെയ്തിട്ടും ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് അവരതെടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ കുറേ കലപിലെ വിഷയങ്ങളൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് അപ്പം ന്യൂറ ഇതാക്കി തന്നെ പറയുകയാണ് ഇല്ല നിങ്ങൾ എൻ്റെ കമ്പനി പൂട്ടിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസിന് കോയിൻ കൊടുക്കുന്നുണ്ട്. കാരണം സമയത്ത് ഷാനവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നില്ല. അപ്പോൾ ഷാനവാസിന് കോയിൻ കൊടുക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഒരു തൊഴിലാളി എന്ന നിലക്ക് എൻ്റെ കമ്പനിക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്പനിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ യൂണിയൻ ലീഡറിൻ്റെ കൂടെ നിന്നോ ചോദിച്ചാൽ യൂണിയൻ ലീഡറിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അപ്പുറം ചോദിക്കണം താൻ എപ്പോഴാണ് യൂണിയൻ ലീഡറിൻ്റെ കൂടെ നിന്ന് താൻ വർക്ക് ചെയ്തില്ല, ഓക്കെ, പക്ഷെ ഞങ്ങളുടെ കൂടെ ഒന്നും നീ നിന്നിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ 4 കോയിന് ഷാനവാസിന് കൊടുത്തു, 2 കോയിൻ ജിഷിൻ
2 കോയിന് ബിന്നി, അഭിലാഷിന് 1 കോയിൻ കൊടുക്കുന്നുണ്ട്, ആദിലേക്ക് 2 കോയിനും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കോയിൻസ് കൊടുത്തത്. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞ രഹസ്യം ഉണ്ടല്ലോ നൂറനോട്, അത് ഇവിടെ പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട് രഹസ്യമോ എന്നിട്ട് ചിരിക്കുന്നുണ്ട്. കാരണം നൂറയ്ക്ക് വേണ്ടി മാത്രമുള്ള ടാസ്ക് ആയിരുന്നു, നൂറനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ള ടാസ്ക് ആയിരുന്നല്ലോ ഇത്. അപ്പോൾ നൂറ പറയുന്നുണ്ട് ഈ ടാസ്കിൽ ഞാൻ തോറ്റാൽ, അതായത് എനിക്ക് തോറ്റാൽ എൻ്റെ ഇമ്മ്യൂണിറ്റി പവറാണ് നഷ്ടമാവുക, അതിനു വേണ്ടിയാണ് ഗെയിം കളിച്ചതെന്ന് പറയുമ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇവൾക്ക് വേണ്ടിയാണോ ഞങ്ങൾ കഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബിഗ് ബോസ് പറഞ്ഞു ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ ഉള്ളത് ആരോ അവർക്ക് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ബ്ലാക്ക് കോയിൻ ഇപ്പോൾ അതിൽ 100ൻ്റെ അടുത്ത് 2 എണ്ണം, അഭിലാഷിൻ്റെ അടുത്ത് 2 എണ്ണം. അപ്പോൾ വോട്ടിങ് ചെയ്യാൻ പറഞ്ഞു. വോട്ടിങ് ചെയ്തിട്ട് തീർച്ചയായും മറ്റുള്ളവരെന്താ ചെയ്യുക, ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ അത് കളയാനല്ലേ ശ്രമിക്കുള്ളൂ. കൂടുതൽ വോട്ട് ന്യൂറക്കായിരുന്നു. ന്യൂറ ഡയറക്റ്റ് നോമിനേഷനിൽ, അങ്ങനെ ന്യൂറിൻ്റെ 2 ഇമ്മ്യൂണിറ്റി പവറാണ് ഇവിടെ പോയി നിൽക്കുന്നത്. നോമിനേഷനിൽ പോവാതിരിക്കാനും ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ള ഇമ്മ്യൂണിറ്റി പവർ 2ഉം ഇവിടെ പോയിരിക്കണം. പക്ഷെ ന്യൂറ പറയുന്നുണ്ട് അതെനിക്ക് കുഴപ്പമില്ല, എന്നെ അങ്ങനെ കളയുകയാണെങ്കിൽ ജനങ്ങൾ ഇവിടുന്ന് കളയട്ടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ അടുത്തതായി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിവീനിൽ കിച്ചണിൽ പോയിട്ട് ഫുഡ് കുറച്ച് ചോറ് എടുക്കുന്നുണ്ട്, ഗോതമ്പ്, പഞ്ചസാര, ഉപ്പ് ഒക്കെ എടുത്തിട്ട് കുക്കീസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇത് മോഷ്ടിക്കാൻ കേട്ടോ. അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് എടാ ആരും കാണാതെ ചെയ്യടാ, ഇത് ആരെങ്കിലും കണ്ട ഇതെല്ലാം കൂടെ എൻ്റെ തലക്ക് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവിടെ അഭിലാഷ് ഉണ്ട്, പ്രവീൺ ഉണ്ട്, നിവീനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരാണ് നേരത്തെ അനുമോൾ ക്യാരറ്റ് എടുത്ത് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയ ആളാണ്. ആ പ്രശ്നമൊന്നും നമുക്ക് ഇത് ബിഗ് ബോസ് എപ്പിസോഡിലൊന്നും കാണിച്ചില്ല, പക്ഷെ ലൈവിൽ നന്നായി കണ്ടായിരുന്നു. ഇവരൊക്കെ ആയിരുന്നു അനുമോൾക്കെതിരെ പറഞ്ഞതും കാര്യങ്ങളും. അതാണ് കിച്ചൺ ക്യാപ്റ്റൻ ഉണ്ട് അവിടെ, ഹൗസ് ക്യാപ്റ്റൻ. എനിക്ക് അഭിലാഷിനെ കണ്ടിട്ട് ഹൗസ് ക്യാപ്റ്റനാണെന്ന് തോന്നുന്നതേ ഇല്ല, അതും വേറെ കാര്യം. അപ്പോൾ 2 ക്യാപ്റ്റനോട് ഈ 2 ക്യാപ്റ്റന്മാരുടെ ഇടയിൽ നിന്നാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഓവനിൽ കൊണ്ടുപോയിട്ട് കുക്കീസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അനുമോൾ വരുന്നുണ്ട്. അനുമോൾ വന്നിട്ട് അതിന് മുമ്പ് പ്രവീൺ പറയുന്നുണ്ട് ഉച്ചക്കലത്തെ ചോറ് ബാക്കിയുണ്ട്, ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചോറ് കഴിക്കുമ്പോൾ എന്തായാലും അതിന് ഇച്ചിരി കറി എടുക്കുമല്ലോ. അപ്പം ഫസ്റ്റ് അഭിലാഷ് വന്നിട്ട് ചോറ് എടുക്കുന്നത്, ചോറും വെളിച്ചെണ്ണയും ഉപ്പും കൂട്ടിയിട്ട് അഭിലാഷ് കഴിക്കുന്നുണ്ട്. സെക്കൻഡ് വന്നിട്ട് അനുമോൾ പറയുന്നുണ്ട് എനിക്ക് ഇത്തിരി ചോറ് വേണം എന്നിട്ട് ചെറിയൊരു ബൗളിൽ ചോറ് എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കറി ഇങ്ങനെ എടുക്കുമ്പോൾ പറഞ്ഞു കറി എടുക്കരുത് പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് നിവീൻ. മോഷ്ടിച്ചുകൊണ്ടിരിക്കാനാണ് അവിടെ കുക്കീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനാണ്. എടുത്തില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അനുമോൾ എടുത്തത് ഭയങ്കര തെറ്റായിട്ട് അവിടെ പ്രൊജക്റ്റ് ചെയ്യാണ്. അപ്പം എന്നിട്ട് ഈ ചോറിലൊഴിച്ച കറി തിരിച്ചു വെക്കാൻ പറയുന്നുണ്ട് പ്രവീൺ. അപ്പോൾ അനുമോൾ പറഞ്ഞിട്ട് ഞാൻ ഇതിലൊഴിച്ചു, ഇത് കുഴച്ചു, ചോറ് എടുത്തോ പറഞ്ഞാൽ കറിയില്ലാണ്ട് ഞാൻ എങ്ങനെ ചോറ് കഴിക്കുക, വെറും ചോറായിട്ട് ആരെങ്കിലും കഴിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ പ്രവീണിനോട് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ കുക്കീസ് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ടൈം ഉണ്ടല്ലോ, ഇപ്പോൾ അക്ബർ കഴിക്കുന്നുണ്ട്, റെഡി ആയപ്പോൾ അക്ബർ വന്ന് കഴിക്കുന്നുണ്ട്, അഭിലാഷ് വന്ന് കഴിക്കുന്നുണ്ട്, എല്ലാവരും അതിൽ നിന്നൊരു പങ്ക് പറ്റുന്നുണ്ട്. അപ്പം റെന കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു ബിസ്ക്കറ്റ്, അപ്പോൾ റെന ചോദിക്കുന്നത് എവിടുന്നാണ് ബിസ്ക്കറ്റ് എവിടുന്നാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ അത് ഞാൻ പഴഞ്ചോറും കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ട് നിവീന്. അപ്പോൾ റെന പറയുന്നത് പഴഞ്ചോറോ, ഇത് പഴഞ്ചോറല്ലല്ലോ, ഇത് ഗോതമ്പാണ്. റെനാക്ക് അത്യാവശ്യം കുക്കിംഗ് അറിയാതുള്ളൂ, എന്താ കാര്യങ്ങൾ എന്നൊക്കെ റെനാക്ക് അറിയുന്നുണ്ട്. അപ്പോൾ റെന പറയുന്നുണ്ട് ഇല്ല ഇത് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്, ഞാൻ കിച്ചൺ അടിച്ചു വാരിയിട്ട് പോയി അവിടെ എങ്ങനെ ഇവിടെ ഗോതമ്പ് പൊടി വന്നു എന്നുള്ള രീതിയിലൊക്കെ ന്യൂറ വന്ന് ചോദിക്കുന്നുണ്ട്. എന്താ പറയുക, റെന പാത്രം അടക്കം എടുത്ത് പ്രവീണിനോട് കാണിക്കുന്നുണ്ട്, കണ്ട ഇത് ഗോതമ്പ് പൊടിയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് പ്രവീൺ നിന്നത്. പക്ഷെ പ്രവീൺ അപ്പോൾ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്നിട്ട് പ്രവീൺ ചോദിക്കുന്നുണ്ട് ഞാൻ തന്നോ നിനക്ക് ഗോതമ്പ് പൊടി, ഞാൻ നിനക്ക് അനുവാദം തന്നോ ഇതൊക്കെ എടുക്കാൻ, എന്തിനാ നിവീൻ എടുത്തത് എന്നുള്ള രീതിയിലൊക്കെ പ്രവീൺ ഭയങ്കരമായിട്ട് എന്താ പറയുക നാടകം കളിക്കുന്നുണ്ട് അവിടെ. റെന പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിവീന് റെനാൻ്റെ അടുത്ത് സമ്മതിച്ച് ശരിയാണ് ഞാൻ മോഷ്ടിച്ചു തന്നെയാണ്, ഞാൻ മോഷ്ടിച്ചുണ്ടാക്കി കഴിച്ചു, ഞാൻ എല്ലാവർക്കും കൊടുത്തു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് നിവിൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോള് കഴിച്ച പാത്രം കഴുകി വെക്കുമ്പോൾ പറയുന്നുണ്ട് ഒരു നേരത്തെ ഫുഡ് എടുത്തതിനും കൂടെ ഇവിടെ കണക്ക് പറയുന്ന ആളാണ് പ്രവീണിനെ പറയുന്നുണ്ട്, കണക്ക് പറയുന്നുണ്ട്. എന്നിട്ട് ഇയാളാണ് ജിഷിൻ ചേട്ടൻ ഫുഡ് കഴിച്ചില്ല വന്നിട്ട് കരഞ്ഞത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് ജിഷിൻ ചേട്ടൻ ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് രീതിയിൽ ഞാൻ കരഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ ജിഷിൻ ചേട്ടന് ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് നിവീൻ വന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീയും മോഷ്ടിക്കല്ലേ, നീ ചെയ്യുന്നതൊക്കെ ശരിയാണോ, ഞാൻ മോഷ്ടിച്ചതെന്ന് പങ്ക് പറ്റിയിട്ടുണ്ടല്ലോ ആദ്യമൊക്കെ, ഇപ്പോഴല്ലേ ഇല്ലാത്തത്,
ആരോടും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇവർക്ക് മറ്റേ ടാസ്കിൻ്റെ സമയത്ത് ഐസ്ക്രീമും ഇതൊക്കെ കിട്ടിയത് കഴിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷം നീയാണ്. വിഷം എത്രയാണെന്ന് വെച്ചാൽ ഒരു കഷ്ണം നിന്നിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് ഏതെങ്കിലും മൂലക്ക് കൊണ്ടുപോയി വെച്ചാൽ അവിടുത്തെ പെരിച്ചാഴി വരെ എല്ലാ പെരിച്ചാഴികളും ചത്തുപോകും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതൊക്കെ ലൈവിൽ കാണിച്ചത് റെനാനാണ് പറഞ്ഞത്. റെനാന് പേരെടുത്ത് പറഞ്ഞിട്ടാണ് നിവിൻ പറഞ്ഞത്. പക്ഷേ ഇത് എപ്പിസോഡിലേക്ക് വന്നപ്പോൾ നിവിൻ ഇത് പറയുന്നത്, ക്യാമറ കാണിക്കുന്നത് അനുമോളിനെയാണ്, നിവിൻ പറഞ്ഞത് റെന ഫാത്തിമാനെയാണ് ഇത് പറഞ്ഞതിന്. സോ ബിഗ് ബോസ് ഇവിടെ ഭയങ്കരമായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അതിനിപ്പോൾ അനുമോളിനെ താഴ്ത്താനാണോ അനുമോളിനെ കയറ്റാനാണോ എന്നറിയില്ല. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നെ അടുത്തതായി അപ്പോൾ അനുമോൾ കരയുന്നുണ്ട്. അനുമോൾ കരയുമ്പോൾ നിവിനല്ല പ്രവീൺ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കരയണിപ്പോൾ ഈ നാടകത്തിൻ്റെ ആവശ്യം എന്താണ് ഇവിടെ? നീ ആ ക്യാരക്ടർ എടുത്തിട്ട് പോയിട്ട് അവിടെ പോയിട്ട് എല്ലാവരും പറയുമ്പോൾ ചിരിക്കായിരുന്നില്ല, അതെന്തിനാണ് ചിരിച്ചത്? ഒരാൾ ചിരിക്കാനും പാടില്ല കരയാനും പാടില്ല എന്നൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അടുത്ത കാണിച്ചാണ് പരസ്യ കമ്പനി എന്നുള്ളത്. പരസ്യ കമ്പനി എന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂദില ചപ്പൽ ഫാക്ടറിൻ്റെ ഒരു പരസ്യം, ചപ്പൽസിൻ്റെ ഒരു പരസ്യം ഉണ്ടാക്കണം. അതിൽ ഇഷ്ടമായാൽ ഗോൾഡ് കോയിൻ, ഈ ജോലിക്കാർ ഗോൾഡ് കോയിൻ കൊടുക്കാം, അങ്ങനെയായിരുന്നു. ആ പരസ്യം വളരെ മോശമായിരുന്നു. സീരിയൽ പോലെയാണ് പരസ്യം എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ ഗോൾഡ് കോയിൻ ജിഷിൻ വന്നിട്ട് റെന ഫാത്തിമക്ക് കൊടുത്ത് ഒരു ഗോൾഡ് കോയിൻ, പിന്നെ ജിസേലിന് ഒരു ഗോൾഡ് കോയിൻ, അനീഷിന് ഒരു ഗോൾഡ് കോയിന്, എന്താണ് റെന ഫാത്തിമക്ക് തന്നെ ആദില കൊടുത്തിട്ടുണ്ട് ഗോൾഡ് കോയിന്, ബിന്നി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട്. റെന ഫാത്തിമക്കാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ കിട്ടിയിരിക്കുന്നത്. ബാക്കി അനീഷിനും ടീച്ചറായിട്ടായിരുന്നു ജിസേൽ അഭിനയിച്ചത്, ജിസേലിനും ഒരു കോയിൻ, അങ്ങനെയുള്ളൂ. ബാക്കി ആയിരിക്കും. എന്നിട്ട് അവർ പറയുന്നത് ഗോൾഡ് കോയിൻ അല്ലാണ്ട് അവർ പറയുന്നുണ്ട്, ഒരു പരസ്യം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? സീരിയലോ നാടകമോ? പരസ്യത്തിനും നാടകത്തിനും കൂടെ വ്യത്യാസവും കൂടെ അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സ്പോൺസേർഡ് ടാസ്ക്, അതായത് ടെയിൽസിൻ്റെയൊക്കെ ഒരു സ്പോൺസേർഡ് ടാസ്ക്. അപ്പോൾ ടാസ്ക് കഴിഞ്ഞ് വിജയിച്ചത് ഓണിയൽ, മസ്താനി, നമ്മുടെ ജിസേലൊക്കെ ഉള്ള ടീമാണ് ജയിച്ചത്. ഓപ്പോസിറ്റ് ടീമായിരുന്നു ലക്ഷ്മി, അനുമോൾ, അവരൊക്കെ ഓപ്പോസിറ്റ് ടീമായിരുന്നു. അപ്പോൾ ഈ ജയിച്ച ടീം എന്ത് ചെയ്തു? ജയിച്ച ടീം ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഓടുന്ന സമയത്ത് ഓണിയൽ കുറച്ച് സ്പേസേ ഉള്ളൂ, ഒരു ടേബിൾ, അതിൻ്റെ ഇപ്പുറത്തൊരു ഇതുപോലത്തെ സാധനം, തൂണ് പോലത്തെ സാധനം, അതിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസിലൂടെ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരാൻ മസ്താനിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ പോയപ്പോൾ തടഞ്ഞ് വീഴാൻ പോയപ്പോൾ മസ്താനിനെ കയറി പിടിച്ചു. അപ്പം നമ്മൾ വീഴാൻ പോണ സമയത്ത് അടുത്ത് വീഴാൻ പോകുമ്പോൾ നമ്മൾ കയറി പിടിക്കും. അതിപ്പോൾ അതിപ്പോൾ ആണാണോ നോക്കൂല, പെണ്ണാണോ നോക്കില്ല, എന്തെങ്കിലും സാധനം നമുക്ക് എവിടെയാണോ ബലം കിട്ടണത്, സോ വീഴാതിരിക്കാൻ വേണ്ടി അത് കയറി പിടിക്കും. അങ്ങനെയാണ് ഈ മസ്താനിനെ കയറി പിടിക്കണത്. പിടിച്ച് ജസ്റ്റ് വീഴാൻ പോണ ആ പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ തെറ്റായ ഒരു ഇതും ഇല്ല എന്ന് നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. നോർമലായിട്ട് പോയൊരു സാധനമാണ്. പക്ഷേ ഇത് മസ്താനിക്ക് വയറ്റിലാണല്ലോ പിടിച്ചത്, അതൊരു ശരിയാ ബാഡ് ടച്ച് ആയിട്ട് തോന്നി. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ലക്ഷ്മിനോട് മസ്താനി മൈക്കിടാതെ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് പറഞ്ഞ സമയത്ത് ലക്ഷ്മി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനൊരു കോണ്ടൻ്റായി എടുത്ത് മസ്താനി പ്രത്യേകം പറഞ്ഞ് ഇതിനൊരു കോണ്ടൻ്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇത് പ്രൈവറ്റായി തീർക്കാനാണ്, കാരണം എനിക്ക് ചെറിയൊരു ഡൗട്ടേ ഉള്ളൂ, ആ ഡൗട്ട് തീർക്കണം എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ ലക്ഷ്മി വിയർ യു ഓൺ മൈക്ക്, ആദ്യം നീ മൈക്കിടേ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം, എല്ലാവരും അറിയട്ടെ, എല്ലാവരും കേൾക്കട്ടെ എന്നുള്ള രീതിയിൽ പക്കാ കോണ്ടൻറ്റ് മേക്കിംഗ് ആക്കി അതിനെ ലക്ഷ്മി. അവിടെ ഓനിയലിൻ്റെ മെൻ്റൽ ഇത് എന്താവുന്നു, അല്ലെങ്കിൽ മസ്താനിക്ക് അതെങ്ങനെ ഇതാവുന്നു ഒന്നും ഓർക്കുന്നില്ല. കിട്ടിയ കോണ്ടൻറ്റ് അതിവിടെ തകർക്കണം എന്നുള്ള രീതിയിലായിരുന്നു ലക്ഷ്മി കാണിച്ചുകൊണ്ടിരുന്നത്. മസ്താനി പറയുന്നുണ്ട്, എനിക്കതൊരു അപ്രോപ്രിയേറ്റായി തോന്നി, അതുകൊണ്ട് ഞാനൊരു ഡൗട്ട് ചോദിച്ചതാണ്, പക്ഷേ ഇത് കണ്ടൻ്റ് ആക്കാൻ വേണ്ടിയല്ല, ഇത് ഇത്ര ഇഷ്യൂ ആക്കുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മി അവിടെ ഉറപ്പിച്ച്, നിങ്ങൾ അതാണ് ചെയ്തത്, നിങ്ങൾ ബാഡ് ടച്ചാണ് ചെയ്തത് ടാസ്ക് ചെയ്യുമ്പോൾ എന്ന് ആക്ടിവിറ്റി റൂമിൽ വെച്ചിട്ട് എന്നുള്ള രീതിയിലൊക്കെ ഉറപ്പിച്ച് ലക്ഷ്മി കണ്ട പോലെ ഉറപ്പിച്ച് പറയണം. പക്ഷേ ലക്ഷ്മി ഓപ്പോസിറ്റ് ടീമിലാണ് ഉണ്ടായത്. ഇത് ലക്ഷ്മിക്ക് അറിയില്ല, മസ്താനി വന്ന് പറഞ്ഞ് കേട്ട അറിവും മാത്രമേ ഉള്ളൂ. അപ്പം ഓനിൽ ചോദിക്കേണ്ടത്, നീ കണ്ടോ ഞാൻ വീഴാൻ പോയപ്പോൾ പിടിച്ചതാണ്, അതിന് ഞാൻ സോറി പറയുകയും ചെയ്ത്, അല്ലാതെ ബാഡ് ടച്ച് എന്നുള്ള രീതിയിൽ ഇതുവരെ ഞാൻ ഒരാളെ ബാഡായിട്ട് നോക്കിയിട്ട് പോലുമില്ല, പിന്നെ ഞാനെങ്ങനെ ബാഡ് ടച്ച് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. മസ്താനി അപ്പോഴും പറയുന്നുണ്ട്, എനിക്കൊരു ഡൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അത് ക്ലിയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്, പക്ഷേ ഇതൊരു കണ്ടൻറ് ആക്കരുത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി പറയുന്നുണ്ട്,
അതെനിക്ക് അപ്പോൾ ദേഷ്യം വന്നില്ലേ, ദേഷ്യം വന്നപ്പോൾ ഞാൻ ദേഷ്യം വന്നപ്പോൾ പറയുകയാണെങ്കിൽ മൈക്കിടെ എല്ലാവരും കേൾക്കട്ടെ എന്നാണോ പറയുക. ദേഷ്യം വരുമ്പോൾ നമ്മളൊരു ദേഷ്യം വരുമ്പോൾ മൈക്കിട്ടോ എന്തിട്ടോ എന്നൊന്നും നോക്കില്ല, അങ്ങോട്ട് ദേഷ്യം കൊണ്ട് അടിച്ചാർക്കാണ് ചെയ്യുക. പക്ഷെ ഇവിടെ വന്നിട്ട് ലക്ഷ്മി പറഞ്ഞത് മൈക്കിടെ എല്ലാവരും കേൾക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ ഷാനവാസ് പറയുന്നത് നീ ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പില്ലേ, നിൻ്റെ കാര്യം നീ തെളിയിച്ചാൽ മതി എന്ന് മോണിയലിനോട് പറയേണ്ടത്. എന്നിട്ട് എല്ലാവരോടും പോകാൻ പറയേണ്ടത്. എല്ലാവരും മോണിയലിനെ ഇത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മസ്താനിയോട് അക്ബർ പറയുന്നുണ്ട് നല്ല ആളോടാ നീ പോയി പറഞ്ഞത്, നിനക്ക് വേറെ ഒരാളോടും പറയാൻ കണ്ടില്ലേ എന്നുള്ള രീതിയിലൊക്കെ അക്ബർ ചോദിക്കുന്നുണ്ട്. അപ്പോഴും മസ്താനി പറയുന്നുണ്ട് ഇല്ല, എനിക്കതൊരു ഡൗട്ടായിട്ട് തോന്നി, അത് ക്ലിയർ ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കോണ്ടൻ്റായിട്ട് പുറത്തേക്ക് വിടണം എനിക്ക് തോന്നിയിട്ടില്ല, അങ്ങനെ ചെയ്യരുതെന്നും ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ മസ്താനി പറയുന്നുണ്ട്. എന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് മസ്താനി പറയുന്നുണ്ട് ദയവ് ചെയ്ത് ഇതൊരു കോണ്ടൻ്റായിട്ട് പുറത്തേക്ക് വിടരുത് ബിഗ് ബോസ് എന്നുള്ള രീതിയിലൊക്കെ മസ്താനി പറയുന്നുണ്ട്. ഓണിയലും ക്യാമറൻ്റെ മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്താണെന്ന് എനിക്കറിയണം, ക്ലിയറൻസ് വേണം, ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ എനിക്ക് ക്ലിയറൻസ് വേണം, ഇത് എൻ്റെ മെൻ്റലിനെ ബാധിക്കുന്ന കേസാണ്, ഞാൻ അങ്ങനെ ഒരു രീതിയിൽ തൊട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, പക്ഷേ ഇതെങ്ങനെ പുറത്തു പോകുമെന്ന് എനിക്കറിയില്ല, എൻ്റെ ഹെൽത്തിനെ ബാധിക്കും എന്നുള്ള രീതിയിലൊക്കെ ഓണിയൽ പറയുന്നത് വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നലത്തെ എപ്പിസോഡ്. ഈ ഇന്നലത്തെ എപ്പിസോഡിലുണ്ടായ പ്രശ്നങ്ങൾ വെച്ചിട്ടും ഇപ്പോൾ ലൈവ് കാണുന്നവരാണ് നിങ്ങളെങ്കിലും ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോ അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം. സോ കമൻറ്റും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.